പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഈക്വൽ ബേസ് മെത്തേഡ് ഉപയോഗിച്ച് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന ട്രിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ എക്സാം ആപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഉദാഹരണം തന്നെ 2 ട്രിക്കുകൾ ഉപയോഗിച്ച് ഗുണിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ ക്രിസ് ക്രോസ് മെത്തേഡ് ഉപയോഗിച്ച് ഗുണിക്കുന്ന ട്രിക്ക് പഠിപ്പിക്കുന്നതാണ്. ഇനി വരുന്ന വീഡിയോകളിൽ 3 അക്ക സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സും കൂടുതൽ ട്രിക്കുകളും പഠിപ്പിക്കുന്നതായിരിക്കും. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. ഒരു സ്ക്വയർ ഷേപ്പിലുള്ള പാർക്ക്, അതിൻ്റെ സൈഡ് ലെന്ത് 75 മീറ്റർ ആണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കുക. അതാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെന്തിൻ്റെ സ്ക്വയറാണ്. അതിനാൽ ഇവിടെ തന്നിരിക്കുന്ന 75 മീറ്റർ ആണ്. അതിനാൽ 75നെ 75 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഏരിയ കിട്ടുന്നു. അടുത്ത പേജിൽ നോക്കാം. നമുക്കിവിടെ ബേസായി 70ഓ 80ഓ എടുക്കാം. ഞാനിവിടെ 70ആണ് ബേസായി എടുക്കുന്നത്. ആദ്യം ബേസും തന്നിരിക്കുന്ന നമ്പറുകളും തമ്മിലുള്ള ഡിഫറൻസ് വലതുവശത്ത് എഴുതുന്നു. ഇവിടെ 75ആണ്. 75 മൈനസ് 70 പ്ലസ് 5 എന്ന് കിട്ടും. അത് ഞാൻ വലതുവശത്ത് എഴുതുന്നു. ഡിഫറൻസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 25 കിട്ടുന്നു. ഇടതുവശത്തുള്ള 75 കൂട്ടി അതിൽ നിന്ന് ബേസ് കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് 80 കിട്ടുന്നു. കുറച്ച് കിട്ടിയ 80നെ വീണ്ടും ബേസ് 70 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 5600 കിട്ടുന്നു. ആ 5600ൻ്റെ കൂടെ ഡിഫറൻസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടി 25 കൂട്ടുന്നു. അങ്ങനെ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നു 5625. തന്നിരിക്കുന്ന യൂണിറ്റ് മീറ്ററിനായതാൽ മീറ്റർ സ്ക്വയർഡ് എന്നെഴുതണം. ഇപ്പോൾ നമുക്ക് സ്ക്വയർ പാർക്കിൻ്റെ ഏരിയ കിട്ടി 5625 മീറ്റർ സ്ക്വയർഡ്. ഇതിനേക്കാൾ എളുപ്പമുള്ളൊരു മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് കൂടി ഇതിൻ്റെ കൂടെ കാണിക്കാം. പാർക്കിൻ്റെ സൈഡ് ലെന്തിൻ്റെ സ്ക്വയർ 75ൻ്റെ സ്ക്വയർ പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ട്രിക്കാണിത്. ഇത് വളരെ പോപ്പുലറും വേദിക് മാത്തമാറ്റിക്സിൽ നിന്നുള്ളതുമാണ്. ചെയ്യേണ്ട രീതി ഇവിടെ വിവരിച്ചിട്ടുണ്ട്. ആദ്യമായി ഇടതുവശത്തുള്ള 7നെ തൊട്ടടുത്ത നമ്പർ ലൈനിലുള്ള നമ്പറായ 8 മൾട്ടിപ്ലൈ ചെയ്യുന്നു. 7 8 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 56 കിട്ടുന്നു. അതിനുശേഷം ലാസ്റ്റ് ഡിജിറ്റായ 5ൻ്റെ സ്ക്വയർ 25 56നോട് ചേർത്ത് എഴുതുന്നു. അങ്ങനെ ആൻസർ കിട്ടുന്നു 5625. വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു മെത്തേഡാണിത്. അടുത്ത സംഖ്യ 95 × 95 ഇവിടെ 5ൽ അവസാനിക്കുന്ന ഇരട്ട സംഖ്യയാണ്. ആദ്യം ചെയ്യേണ്ടത് ആദ്യത്തെ സംഖ്യയും തൊട്ടടുത്ത സംഖ്യയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആദ്യത്തെ സംഖ്യ 9ആണ്. 9നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 9 × 10 90 കിട്ടും. ഈ 90ൻ്റെ വലതുവശത്ത് 25 എഴുതണം. 90 25. ഇതാണ് ആൻസർ. വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.